മക്കളെ എന്റെ മക്കളെ അയ്യോ എന്നെ വിടണേ. ആ കൊച്ചിൻ്റെ അമ്മ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണത്തിന്റെ ദുരൂഹത അല്പസമയങ്ങൾക്കുള്ളിൽ നീങ്ങുന്നതായിരിക്കും. പോലീസ് എന്തായാലും ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭിക്കുമെന്നുള്ളതാണ് സൂചന. ഇന്ന് ഈ രാവിലെയാണ് കൊച്ചിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് തള്ള പറഞ്ഞതുപോലെയാണ് കൊച്ചിനെ കാണാനില്ല. എല്ലാവരും സംശയം കൊച്ചിനെ എടുത്തോണ്ട് രാവിലെ പോയിന്നാണ്, ആരോ എടുത്തോണ്ട് പോയിന്നാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലായിടത്തും നോക്കിയിട്ട് കൊച്ചിനെ എടുക്കാൻ ഒരു സാധ്യത. പിന്നെ നെയ്യാറ്റിൻകര DSP വന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് വിളിച്ചിട്ട് കിണറ്റിനകത്ത് വെള്ളം ഇറക്കാൻ പറഞ്ഞ് സാധനം അതിനകത്തുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് ഇതൊരു തീരാത്ത ഒരു നഷ്ടമാണ്. എന്ന് വെച്ചാൽ അത്ര കൊച്ചു കിടക്കണ കണ്ടാ സാറേ. ഇത് പിന്നെ ഇത് ഇനി ഇതുപോലെ ഒരിടത്തും ഉണ്ടാവരുത്. ഇവരെയൊന്നും വിടാൻ പാടില്ല. അറിയാം ആ കൊച്ചാണ് ചെയ്തത്. പക്ഷെ ഈ അമ്മമാരും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതായിരിക്കും. ഇല്ലെങ്കിൽ ഈ ഇവൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. തള്ളേരെ കൂട്ടത്ത് ഒരിക്കൽ ഉറങ്ങണമെന്ന് ഉറങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞ കൊച്ചെങ്ങനെ ഇവൻ ചെന്ന് എടുക്കുമ്പോൾ തള്ള അറിയില്ലേ? പറയുമ്പോൾ ഒരു മര്യാദയായിട്ടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നടക്കുമോ? ഇത് ഏറ്റവും ഒരു ഇതുള്ള സംഭവമാണ്. ഇവനെ വിടരുത്. ഇവനെ ആരെങ്കിലും അടിച്ചു കൊല്ലണം എന്ന് വെച്ചാൽ അത്ര ഇതാണ്. അമ്മൂമ്മയ്ക്ക് അങ്കൻവാടിയിൽ ടീച്ചർ, അവള് ദേവസ്വം ബോർഡിലെ സൂപ്രണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് മോൻ്റെ കൊച്ചുണ്ട്, മോളെ കൊച്ച്. ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ സാറേ, ഇത് അവനെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അവിടെ അടിച്ചെടുത്ത് കിടത്തുമായിരുന്നു. എന്ന് വെച്ചാൽ അത്ര ലക്ഷ്യം. എന്ന് വെച്ചാൽ എന്തറിയാം, നമ്മൾ കൊച്ചുങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതേ കണക്കിന് ഒരു വലിയവരെ ഇത് ചെയ്തെങ്കിൽ ഒരു അന്തസ്സുണ്ട്. ക്രൂരമായ പരിപാടി തന്നെ നടന്നത്. ഇത് എങ്ങനെയാണ് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പാടില്ല. കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ വരുമ്പോൾ രാവിലെ വൈകുന്നേരമൊക്കെ കാണുന്നവരല്ലേ. കുട്ടിയെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് മൂത്തവളെ പിന്നെ സ്കൂളിലേക്ക് വിടുന്നതാണ്. അപ്പോൾ മറ്റേ കുഞ്ഞിനെ ഒന്നേ വിട്ടേക്കും അല്ലെങ്കിൽ കയ്യിലെടുത്ത് വെച്ചേക്കും. സഹോദരനും അവൻ്റെ സഹോദരിയും അമ്മയും ഉണ്ട്. അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 16 ദിവസം ആയതേ ഉള്ളൂ. അതിന്ന് 16-നുള്ള ചടങ്ങിനൊക്കെ അങ്ങനെ വന്നതാണ്. പിന്നെ ഞാനിവിടെ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇതിൽ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ചായയും കുടിച്ചുകൊണ്ട് വന്നപ്പോൾ പോലീസൊക്കെ വന്നു. പോലീസ് അവിടെയൊക്കെ നോക്കണുണ്ട്. ഞാനും ചെന്ന് നോക്കി. എന്നിട്ട് നമുക്കൊരു ഇതില്ല. കിണറ്റിനകത്ത് നോക്കിയപ്പോഴും കിണറ്റിലും ഒരു ചലനവും ഇല്ല. വെള്ളം കലങ്ങിയ വേറെ ഒന്നുമില്ല. ഒടുക്കം ഫയർ പോസ്റ്റ് വന്ന് ഇത് നോക്കിയപ്പോൾ കൊച്ചി കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എടുത്തത്. അല്ല, മാനസികമായിട്ടുള്ള രോഗം ഉണ്ടെന്നുള്ള അറിയില്ല. ഇവിടെ ഈ നാട്ടുകിടപ്പെന്ന് പറയുമ്പോൾ മാന്യമായ രീതിയിലാണ് കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 5:45 സമയത്ത് ഞാൻ ഇവിടെ വരെയാണ്. അപ്പം പോലീസുകാരിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വീട്ടിൽ കയറി നോക്കി, കിണറ്റിൻ്റെ അകത്ത് നോക്കി എല്ലാം ചെയ്ത്. എന്നിട്ട് തള്ളയ്ക്കോ തന്തയ്ക്കോ ഒരു കുലുക്കോ ഇല്ല. അപ്പോൾ നമ്മളിത് 2 വയസ്സുകാരിക്ക് കയറി അതിനകത്ത് വീഴാനുള്ള സാധ്യതകളില്ല. വീടിനുള്ള ഉറപ്പ് ഞാൻ പറയുന്നുണ്ട്, പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നവർ പറഞ്ഞിട്ടുണ്ട്, കൊച്ചി ഒരു കാരണവശാലും അടുക്കള ഭാഗത്തു നിന്ന് ഇറങ്ങി പോകില്ല. അത്രത്തോളം ഉറപ്പിച്ച് നമ്മൾ പറയാമായിരുന്നു. അപ്പോൾ നമുക്കിതിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. യഥാർത്ഥം പറയുന്നില്ല, തള്ളരേക്കാണ്. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിൽ അമ്മാവൻ കുറ്റം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അമ്മാവൻ സമ്മതിച്ചെന്ന് പറയാൻ എന്ത് കാരണത്തിലാണെന്ന് അറിയില്ല. അമ്മാവ് ഇവിടെ തന്നെയാണുണ്ട്, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പയ്യൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരുമിച്ച് താമസിക്കുകയാണ്. പയ്യൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള പയ്യല്ല, ഒരു 10-27 വയസ്സ് വരും. മാനസിക പ്രശ്നം എന്തെങ്കിലും ഉള്ളായിരുന്നു? മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴാണ് അറിയുന്നത് കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇല്ല, ഈ നാട്ടിൽ ഇവിടെ നമ്മളുടെ അടുത്തോട്ടുള്ള പൈസകളൊന്നും വാങ്ങിയിട്ടില്ല. ഇടപെടെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ വരും, പോകും. അടുത്ത വൈകുന്നേരത്ത് ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. ജോലി ഉണ്ടെന്നാണ് പറയുന്നത്. ജോലി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. അല്ല, എൻ്റെ മകൾ ഡ്യൂട്ടിക്ക് പോകാൻ വന്നപ്പോൾ ഓട്ടോയിൽ വന്നപ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്നെ വിളിച്ചറിയിച്ചു.
എല്ലാവരും നല്ല സ്വഭാവമാണ്. എന്നോട് മാമി എന്ന് ഉറക്കെ വിളിക്കില്ല. അത്ര സ്നേഹമുള്ളതാണ് അമ്മയും അമ്മയുടെ അമ്മയൊക്കെ. ഇങ്ങനെ ഇപ്പൊ തോന്നാൻ എന്താ അല്ലേ? അറിയില്ല, എന്താണെന്ന് അറിയില്ല കുട്ടി തന്നെ എന്തായാലും വീണതല്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നു. ഇവിടെ ഈ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും അച്ഛനും ഒരു സഹോദരനായിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചിട്ട് 16. സഹോദരൻ ഇവിടെ തന്നെയായിരുന്നു. അതെ, കൊച്ച് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം ഈ സഹോദരൻ കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണ്. ബാലരാമപുരത്ത് കാണാതായ 2 വയസ്സുകാരിയുടെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും സംഭവത്തിലെ നിഗൂഢതകൾ നീങ്ങുകയാണ്. കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസിൽ നിന്നും ഇപ്പം ലഭിക്കുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംഭവത്തെ തുടർന്നുണ്ടായ അതിൻ്റെ അന്വേഷണവും അതിൻ്റെ അന്വേഷണ തുടർച്ചയും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്യാമറാമാൻ ഉണ്ണിയോടൊപ്പം അലീന, തിരുവനന്തപുരം.